ഇഡ്യൂസ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രിക്സ് ഫോർ ഓൾ എക്സാംസിൽ പറയാൻ പോകുന്നത് സില്ലോയിസത്തെ കുറിച്ചാണ്. സില്ലോയിസം മിക്ക എക്സാമുകളിലും നമ്മൾ കണ്ടിട്ടുള്ള പ്രോബ്ലമാറ്റിക് പാർട്ടാണ്. അപ്പം ഇതിൻ്റെ ബേസിക് ഐഡിയാസ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മാത്രമല്ല ആദ്യ പാർട്ടായിട്ടുള്ള കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ സം അല്ലെങ്കിൽ ഓൾ എന്ന് പറയുന്ന പാർട്ട് വരുമ്പോൾ ഏതൊക്കെ ട്രിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഈ പാർട്ടിൽ പറയാൻ പോകുന്നത്. സില്ലോയിസത്തിന് വേണ്ടി ഞാൻ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻ്റ് എന്നും പിന്നെ രണ്ടാമത്തത് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻ്റ് എന്നും. യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് പാർട്ടിനെയാണ്. ഓൾ എന്ന് പറയുന്ന ടേമിനെയും സെക്കൻഡ് വൺ ഞാൻ എടുക്കുന്നത് നോ എന്ന് പറയുന്ന ടേമിനെയാണ്. ഈ രണ്ട് ടേമുകളും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിനെ ഒരു സെറ്റായിട്ട് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ഒരു സബ്സെറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ടായിട്ട് മാത്രം സൂചിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയല്ല. അതിൻ്റെ ടോട്ടൽ വ്യൂവിനെ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ടേമുകൾ യൂസ് ചെയ്യുന്നത്, ഓൾ ആൻഡ് നോ. ഫോർ എക്സാമ്പിൾ, ഓൾ ചെയർസ്, എല്ലാ ചെയറുകളും. അതായത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടേം ആലോചിക്കുക, എല്ലാ ചെയർസുകളും. അതായത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന അതിൻ്റെ ചെയറിൻ്റെ യൂണിവേഴ്സിനെ മൊത്തത്തിലാണ്, അല്ലാതെ ഒരു പർട്ടിക്കുലർ സം ചെയർ അല്ലെങ്കിൽ കുറച്ച് ചെയർ എന്നല്ല പറഞ്ഞത്, ഓൾ ചെയർ എന്നാണ്. അപ്പോൾ അത് യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകും. നോ ചെയർസ്, ഒരു ചെയറും വേണ്ട എന്നുള്ള അർത്ഥത്തിൽ നോ ചെയർസ് ഒരു ചെയറും അല്ല എന്നുള്ള ടേം ഉപയോഗിക്കുമ്പോൾ അത് മറ്റൊരു യൂണിവേഴ്സൽ ടേം ആവും. അതിനകത്ത് യാതൊരു പാർട്ടിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും മാറ്റാം. യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ രണ്ട് പാർട്ടായിട്ട് ഞാൻ മാറ്റുന്നു. ഓൾ എന്ന് പറയുന്നതിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്നും നോ എന്ന് പറയുന്ന യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻറ്റിനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്നും കാണിക്കുന്നു. അതാണ് UP ആൻഡ് UN. യൂണിവേഴ്സൽ പോസിറ്റീവ് ടേം ആയിട്ട് ഓളിനെയും യൂണിവേഴ്സൽ നെഗറ്റീവായിട്ട് നോയെയും ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇനി ഓൾ എന്ന് പറയുന്ന പാർട്ടിന് ഒരു എക്സാമ്പിളാണ് ഓൾ ARB. ഫോർ എക്സാമ്പിൾ, ഈ ഒരു വെൻ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓൾ എന്ന് പറയുന്ന അതായത് എ എന്ന് പറയുന്ന എല്ലാ പാർട്ടിക്കിൾസും B ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഓൾ ARB. അപ്പം നമ്മൾ B എന്ന് പറയുന്ന ഒരു വലിയ യൂണിവേഴ്സൽ സെറ്റിനകത്തോട്ട് ഒരു സ്മോൾ ആയിട്ടുള്ള മറ്റൊരു എയുടെ സെറ്റ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എ എന്ന് പറയുന്ന എല്ലാ എലമെൻറ്റുകളും ബിയുടെ എലമെൻറ്റ് കൂടാണ്. അതായത് എല്ലാ എയും B ആണ് എന്ന് പറയാം. ഇനി മറ്റൊരു രണ്ട് പോയിന്റുകൾ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഈ ഓൾ ARB എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഞാൻ വരച്ചിട്ടുള്ള ഈ വെൻ ഡയഗ്രത്തിന് ബാധകമാകുന്ന രണ്ട് ട്രൂ സ്റ്റേറ്റ്മെൻറ്റുകളോടുണ്ട്. നോക്കാം അതേതൊക്കെയാണ്. സം ARB കറക്റ്റ് അല്ലേ? ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം കുറച്ച് എ, എല്ലാ എയും B ആണ് എങ്കിലും ഞാൻ അതിന് സം ARB എന്ന് പറയുന്നതിനകത്ത് തെറ്റ് വല്ലതും ഉണ്ടോ? കുറച്ച് എ B ആണ്, എല്ലാ എയും B ആണ്, പക്ഷെ ഞാൻ അതിനകത്ത് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നു, കുറച്ച് എ B ആണെന്ന് പറയുന്നതിനകത്ത് തെറ്റില്ല. ഇനി തിരിച്ചു പറയാം, സം BRA, നമുക്ക് തന്നിരിക്കുന്ന ബിയിൽ കുറച്ചതാണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോർഷൻ എല്ലാം B ആണ്, കൂടാതെ അത് എയുമാണ്. അപ്പോൾ സം BRA എന്നുള്ളതും കറക്റ്റാണ്, സം ARB എന്ന് പറയുന്നതും കറക്റ്റാണ്. റിവേഴ്സ് ആയിട്ട് പറയാം, സം ARB സം BRA. അപ്പം ഓൾ ARB എന്ന് പറയുന്ന യൂണിവേഴ്സൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ രണ്ട് ട്രൂ സ്റ്റേറ്റ്മെന്റുകളാണ് സം ARB സം BRA. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നോ എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ, A ആൻഡ് B എന്ന് പറയുന്ന രണ്ട് യൂണിവേഴ്സൽ സെറ്റുകളെ ഞാൻ ഒരു ബന്ധവുമില്ലാതെ മാറ്റി നിർത്തിക്കും. ഇതിനെ എനിക്ക് എന്ത് പറയാം? നോ ARB നോ BRA. അപ്പം വൈസ് വേഴ്സ ഞാൻ പറയുകയാണ്, ഒരു എയും B അല്ല, B ഒന്നും എയും അല്ല. ഇനി ഇതൊരു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സം AR, അതിനകത്ത് കുറച്ച് A B അല്ല എന്നും സം BR നോട്ട് A എന്നും. അത് ശരിയാണ്, നമുക്കറിയാം എല്ലാ എയും B അല്ല, ഒരു ബിയും എയും അല്ല. മറ്റൊരാൾ അതിനെ വേറെ രീതിയിൽ പറയുന്നു, സം AR നോട്ട് B. ആ പറഞ്ഞത് തെറ്റൊന്നുമില്ല, ശരിയല്ലേ? ആ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല, സം AR നോട്ട് B. തന്നിരിക്കുന്ന എയിൽ ഒരു പാർട്ടും B അല്ല എന്നുള്ളതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ തന്നിരിക്കുന്ന B എന്ന് പറയുന്നതിനകത്ത് ഒരു എയും ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ ട്രൂ ആയിട്ട് പറയാൻ പറ്റുന്ന, അതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റുകളിലൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം, സം AR നോട്ട് B എന്നും പറയാം, സം BR നോട്ട് A എന്നും. അതും കറക്റ്റ് തന്നെയാണ്, ഒരു എയും ബിയും അല്ല, ഒരു ബിയും എയും അല്ല. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശിക്കുന്നത് സം അല്ലെങ്കിൽ സം നോട്ടിനെയാണ്. പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം നമ്മൾ ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് ടോട്ടൽ യൂണിവേഴ്സിൽ നിന്നും ടോട്ടൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഒരു
പർട്ടിക്കുലർ പോർഷനെ മാത്രം കൺസിഡർ ചെയ്ത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് അതിന് എക്സാമ്പിൾ ആണ് സം എന്ന് പറയുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ ആണ് സം നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം സമ്മിന് ഫോർ എക്സാമ്പിൾ സം എ ആർ ബി. അതിന് ഉപയോഗിക്കുന്ന ഒരു വെൻ ഡയഗ്രം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നു. സം എ ആർ ബി, അതായത് എ എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിലെയും ബി എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത ഒരു ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ വരുന്നു. അതുകൊണ്ട് ഈ ഏരിയ വിളിക്കുന്ന പേരാണ് സം എ ആർ ബി എന്ന് പറയുന്നത്. സം എ ആർ ബി ശരിയാണല്ലോ. ഇനി ഞാൻ ഇതിനെ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് സം എ ആർ ബിക്ക് പോസിബിൾ ആവുന്ന ട്രൂ സ്റ്റേറ്റ്മെന്റിന് പറയാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞേ സം എ ആർ ബി കറക്റ്റ് തന്നെ. തിരിച്ച് എന്ത് പറയാം? സം ബി ആർ എ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ, ശരിയല്ലേ? ഇതിനകത്ത് ബി എന്ന് പറയുന്ന പാർട്ടിലെ കുറച്ച് പോർഷൻ എ ആണെന്ന് പറയുന്നതിനകത്തും തെറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ആണ് സം നോട്ട്. ഫോർ എക്സാമ്പിൾ സം എ ആർ നോട്ട് ബി. അതുകൊണ്ട് ഈ തൊട്ട് മുകളിൽ എടുത്തിരിക്കുന്ന അതേ പോർഷനെ തന്നെ ഞാൻ ഇങ്ങോട്ട് ഫിഗറിനെ വെൻ ഡയഗ്രം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇന്റർസെക്റ്റ് അല്ലാത്ത ബിയും എയും ഇന്റർസെക്റ്റ് അല്ലാത്ത എയുടെ പോർഷനെ നമുക്ക് എന്ത് പറയാം? സം എ ആർ നോട്ട് ബി എന്ന് പറയാം. സം എ ആർ നോട്ട് ബി കറക്റ്റ് അല്ലേ? അതിനകത്ത് ചില പോർഷൻ, അതായത് കുറച്ച് പോർഷൻ എയുടെ മാത്രമായി നിൽക്കുന്നു. ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം, സം എ ആർ നോട്ട് ബി എന്ന് പറയാം. ഇത് ആണ് അവിടുത്തെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഓൾ, നോ ആൻഡ് പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സം നോട്ട്. ഈ കേസുകളിൽ പ്രിലിമിനറി ആയിട്ട് പറയുന്ന അല്ലെങ്കിൽ ഇനിഷ്യലി നമുക്ക് പറയാവുന്ന ട്രൂ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു. ഇനി അത് കൂടാതെ തന്നെ പോസിബിലിറ്റി ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളും വരാറുണ്ട്. മറ്റു ചിലപ്പോൾ പറയാവുന്നത് ഒരിക്കലും നടക്കാത്ത, ഡെഫിനറ്റ് ആയിട്ട് അത് ഫാൾസ് ആവുന്ന സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഒരു ടേബിൾ പോലെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് എക്സാമിന് വളരെ എളുപ്പം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. താണ്ടെ ഫോർ എക്സാമ്പിൾ ഡെഫിനറ്റ് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, പോസിബിലിറ്റി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഡെഫിനറ്റ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ 3 കോളംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനറ്റ് ട്രൂ, പോസിബിലിറ്റി, ഡെഫിനറ്റ് ഫാൾസ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. നോക്കാം, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾ എ ആർ ബി എന്ന് പറയുന്ന യൂണിവേഴ്സൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഓൾ എ ആർ ബി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന വെൻ ഡയഗ്രം ഇതാണ്. എല്ലാ എയും ബി ആണ്, അതായത് എയും ബിയും ഒരേ സെറ്റിൽ തന്നെ ഉള്ളതാണെന്ന്. ഓക്കെ, ഒരേ സൈസിലുള്ള സെറ്റ് ആണെന്ന്. അത് എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരേ സെറ്റ്. ഇനി ഞാൻ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് എല്ലാ എയും ബിയും ആവാം എങ്കിൽ എ എന്ന് പറയുന്നത് ബിയുടെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാ എയും ബി ആണ്. അപ്പൊ ഈ 2 പോസിബിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഓൾ എ ആർ ബി എന്ന് പറയുന്നതിന് 2 പോസിബിലിറ്റി ആണുള്ളത്. ഇനി ഇവിടെ ഈ 2 വെൻ ഡയഗ്രത്തിനും കോമൺ ആയിട്ട് വരാൻ പറ്റുന്ന ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. സം വെച്ചും ഓൾ വെച്ചും നോട്ട് വെച്ചും എല്ലാം. അതെല്ലാം നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. അതിനകത്ത് ഏതൊക്കെ ഡെഫിനിറ്റ് ട്രൂ ആവും, ഡെഫിനറ്റ്ലി ട്രൂ ആവും, ഏതൊക്കെ പോസിബിലിറ്റി ആവും, ഏതൊക്കെ ഡെഫിനിറ്റ് ഫാൾസ് ആവും നോക്കാം. ആദ്യത്തത് ഓൾ എ ആർ ബി. അത് നമ്മൾ പറഞ്ഞു, ഓൾ എ ആർ ബി എന്നുള്ളതാണ് നമ്മുടെ ഇനിഷ്യൽ കേസ്. അത് കറക്റ്റ് ആണ്. ഇത് രണ്ടിനും കറക്റ്റ് ആണ്. എല്ലാ എയും ബി ആണ്. ഇവിടുത്തെ കേസിലും എല്ലാ എയും ബി ആണ്. സം എ ആർ ബി നോക്കേ, അതും ശരിയാണല്ലോ. അതും ഡെഫിനിറ്റ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സം എ ആർ ബി, എല്ലാ എയും ബി ആണെങ്കിൽ കുറച്ച് എ ബി ആണെന്ന് പറയുന്നതിനകത്തും തെറ്റില്ലല്ലോ. ഇവിടെ അതുപോലെ പറയാം, കുറച്ച് എ ബി ആണ്. കുറച്ച് എ, എല്ലാ എയും ബി ആണ്, പക്ഷെ ഞാൻ പറയുന്നു അതിനെ കുറച്ച് എ ബി ആണെന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. നെക്സ്റ്റ് പറയുന്നത് സം ബി ആർ എ എന്ന് പറയുന്നു. സം ബി, അതിനകത്ത് തന്നിരിക്കുന്നതിനകത്ത് കുറച്ച് ബി എ ആണ്. ഇതിനകത്ത് അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പറയാം സം ബി ആർ എ. ടോട്ടൽ തന്നിരിക്കുന്ന ബി മൊത്തം എ ആണ്, പക്ഷെ ഞാൻ അതിനെ പറയുന്നു സം ബി ആർ എ. അതും തെറ്റൊന്നുമില്ല. നെക്സ്റ്റ് പറയുന്നത് സം ബി ആർ എ. ഇത് കറക്റ്റ് ആണ്. ഇതിനകത്ത് വലിയൊരു സെറ്റാണ് ബി. അതിനകത്ത് കുറച്ച് പോർഷൻ എ ആണ്. ആ കുറച്ച് പോർഷൻ എ എന്ന് പറയുന്നത് ബിയും ആണ്. ഓക്കെ, അപ്പം സം ബി, കുറച്ച് നമ്മുടെ ബി എന്ന് പറയുന്ന വലിയ സെറ്റിനകത്തെ കുറച്ച് പോർഷൻ എ ആണ്, സം ബി ആർ എ. അപ്പം വെൻ ഡയഗ്രാം, ഈ 2 വെൻ ഡയഗ്രാമേ ഓൾ എ ആർ ബി എന്ന് പറയുന്ന യൂണിവേഴ്സൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് വരത്തുള്ളൂ. ഇത് രണ്ടിനും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 3 കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഈ 3 എണ്ണവും. അപ്പം എങ്ങനെ വന്നാലും ഓൾ എ ആർ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എവിടെ വന്നാലും അതിനകത്ത് ട്രൂ സ്റ്റേറ്റ്മെന്റുകളായിട്ട് ഇവയെ കൺസിഡർ ചെയ്യാം. ഓൾ, സം എന്നീ കേസുകൾ, സമ്മിന്റെ 2 ഡയറക്ഷനിലുള്ളത്, സം എ ആർ ബി എന്നും സം ബി ആർ എ എന്നുള്ളതും ഓൾ എ ആർ ബി എന്നുള്ളതും. അതുപോലെ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതിനകത്ത് പോസിബിലിറ്റി കേസസ് ആണ് 2 എണ്ണം ഉള്ളത്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഓൾ ബി ആർ എ, നമ്മളിവിടെ പറഞ്ഞു ഓൾ എ ആർ ബി എന്ന് പറഞ്ഞു. അത് ശരിയാണ്, 2 ഇടത്തും ശരിയാണ്. പക്ഷേ ഓൾ ബി ആർ എ അത് ഇതിനകത്ത് ഒരെണ്ണത്തിലേ പറ്റത്തുള്ളൂ. അത് ഏത് കേസിലാണ്?
ഫസ്റ്റ് കേസിൽ എ ഓൾ എ ആർ ബി ആണ് തിരിച്ച് പറയണമെങ്കിൽ അത് ഈ ഒരു സെറ്റിൽ മാത്രമേ പറ്റത്തുള്ളൂ. സെക്കൻഡ് ആയിട്ടുള്ള ഈ ഒരു സെറ്റിൽ അത് പറ്റത്തില്ല, കാരണം അവിടുത്തെ എല്ലാ ബിയും എ അല്ല. അപ്പോൾ ഇത് 1/2 പ്രോബിലിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1/2 പ്രോബിലിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത് ഓൾ ബി ആർ എ. അപ്പോൾ ഇതൊരു പോസിബിലിറ്റി ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സം ബി ആർ നോട്ട് എ. ആദ്യത്തെ കേസിൽ നോക്കാം, സം ബി ആർ നോട്ട് എ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ കേസിൽ അത് ഫാൾസ് ആണ്. സം ബി ആർ നോട്ട് എ, അങ്ങനെ ഒരു പോർഷനേ അവിടെ ഇല്ല. എല്ലാ ബിയും അവിടെ എ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. എന്നാൽ സെക്കൻഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഈ പോയിന്റുകൾ ഇരിക്കുന്ന, അതായത് എ അല്ലാതിരിക്കുന്ന ബിയിലെ കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിനെ നമുക്ക് പറയാം സം ബി ആർ നോട്ട് എ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പം ഇതൊരു 1/2 പോസിബിലിറ്റി ഉള്ള രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റുമാണ്. ഇനി ഡെഫിനറ്റ് ആയിട്ട് ഫാൾസ് ആവാൻ പോകുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ പറയാത്ത ഒരു 3 സ്റ്റേറ്റ്മെന്റുകളാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, ഡെഫിനറ്റ് ആയിട്ട് 8 സ്റ്റേറ്റ്മെന്റുകളാണ് മൊത്തത്തിലുള്ളത്. അതിനകത്ത് ചിലത് ഡെഫിനറ്റ് ആയിട്ട് ട്രൂ ആയിരിക്കും, ചിലത് ഡെഫിനറ്റ് ആയിട്ട് ഫാൾസ് ആയിരിക്കും, ചിലത് പോസിബിലിറ്റീവ് ആയിരിക്കും. അപ്പോൾ 8 സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയായാലും വരും. അപ്പം ഈ കേസുകളിൽ 8 സ്റ്റേറ്റ്മെന്റ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ഡെഫിനറ്റ് ട്രൂവിലേക്കും 2 പോസിബിലിറ്റിയിലേക്കും ബാക്കി 3 ഡെഫിനറ്റ് ഫാൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കും ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഡെഫിനറ്റ് ഫാൾസിൽ വരുന്നത് നോ എ ആർ ബി ആൻഡ് നോ ബി ആർ എ. ഇതിനകത്ത് ഒരു എയും ബി അല്ല, നോ എ ആർ ബി, അത് തെറ്റാണ്. കുറച്ച് എ എങ്കിലും ബി ആവുന്നുണ്ട്. ഇതിനകത്ത് എല്ലാ എയും ബി ആണ്. ഇതിനകത്ത് കുറച്ച് എ അല്ല, ഇതിനകത്ത് എല്ലാ എയും ബി ആവുന്നുണ്ട്. നോ ബി ആർ എ, ഇവിടെ അതുപോലെ തന്നെ ബി എ ആവുന്നുണ്ട്. ഇവിടുത്തെ കേസിൽ കുറച്ച് ബി എങ്കിലും എ ആവുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ കേസിൽ സം എ ആർ നോട്ട് ബി എന്നുള്ളത് തെറ്റാണ്. രണ്ടാമത്തെ കേസിലോട്ട് എടുക്കുമ്പോഴും സം എ ആർ നോട്ട് ബി, അതും തെറ്റാണ്. കാരണം അതിനകത്ത് ഈ 2 കേസിലും എല്ലാ എയും ഓൾ എ ആർ ബി ആയതുകൊണ്ട് സം എ ആർ നോട്ട് ബി എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ എയും ബി ആണ്. അപ്പം ഈ കേസും തെറ്റാണ്, ഈ 2 കേസും തെറ്റാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഡെഫിനറ്റ് ആയിട്ട് അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഓൾ എ ആർ ബി എന്ന് പറയുന്ന ടേമിനകത്ത് ഓർത്തിരിക്കേണ്ട ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. പോസിബിലിറ്റി വരാൻ പറ്റുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് മറന്നോളൂ, അത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നെക്സ്റ്റ് പറയാൻ പോകുന്നത് അടുത്ത യൂണിവേഴ്സൽ നെഗറ്റീവ് ടേം ആയിട്ടുള്ള നോ എന്നാണ്. നോ എ ആർ ബി. അതിന് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒറ്റ വെൻ ഡയഗ്രാമേ ഉള്ളൂ. എയും ബിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാതെ മാറി മാറി നിൽക്കുന്ന ഡയഗ്രാം. ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന 4 ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് വൺ നോ എ ആർ ബി, ഇപ്പം പറഞ്ഞു എയും ബിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തിരിച്ചും പറയാം നോ ബി ആർ എ, അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത പറയാം സം എ ആർ നോട്ട് ബി. ഇതിനകത്ത് എ എന്ന് പറയുന്ന ടേമിനകത്തെ സം ആയിട്ട്, അതായത് കുറച്ച് എ എടുത്തു കഴിഞ്ഞാൽ അത് ബി അല്ല, എല്ലാ എയും ബി അല്ല. പിന്നെ അപ്പം സം എ ആർ നോട്ട് ബി കറക്റ്റ് തന്നെയല്ലേ. തിരിച്ച് സം ബി ആർ നോട്ട്, അതും കറക്റ്റ് തന്നെയാണ്. അതിനകത്ത് ബിക്കകത്തെ കുറച്ച് പോർഷൻ എടുത്താൽ അത് എ അല്ല, അതും കറക്റ്റ് തന്നെയാണ്. പോസിബിലിറ്റി കേസുകൾ നമുക്കിവിടെ യാതൊന്നുമില്ല. 2 കേസസ് മാത്രമേ ഉള്ളൂ, ഡെഫിനിറ്റ് ട്രൂ ആൻഡ് ഡെഫിനിറ്റ് ഫാൾസ്. ഡെഫിനിറ്റ് ഫാൾസിനകത്ത് വരാൻ പറ്റുന്ന ബാക്കി, അപ്പം ഇവിടെ ആദ്യത്തെ 4 സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു. ഇനി വരാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൾ സ്റ്റേറ്റ്മെന്റും സം സ്റ്റേറ്റ്മെന്റും മാത്രമാണ്. നോ സ്റ്റേറ്റ്മെന്റും സബ് നോട്ട് സ്റ്റേറ്റ്മെന്റും രണ്ടും കഴിഞ്ഞിരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ഉള്ളൂ, ഓളും സമ്മും. ഡെഫിനിറ്റ് ഫാൾസ് എന്ന് പറയുന്നതിനകത്ത് ഓൾ എ ആർ ബി, ഓൾ ബി ആർ എ എടുത്തിരിക്കുന്നു. അതായത് എല്ലാ എയും ബി ആണ്, എല്ലാ ബിയും എ ആണ്. ഒരിക്കലും വരത്തില്ല, കാരണം എയും ബിയും സെപ്പറേറ്റഡ് ആണ്. പിന്നെ അതെങ്ങനെ ശരിയാവും? അപ്പം അത് രണ്ടും തെറ്റാണ്. ഇനി സം എ ആർ ബി, സം ബി ആർ എ, ഇതിനകത്ത് ഒരു എ പോലും ബി അല്ല, ഒരു ബി പോലും എ അല്ല. അപ്പം ഈ 4 സ്റ്റേറ്റ്മെന്റും കംപ്ലീറ്റ്ലി തെറ്റാണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സം എ ആർ ബി യെ കുറിച്ചാണ്. അതായത് പർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്ന സം വരുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് സം. അതിന് നമ്മൾ പ്രധാനമായിട്ടും 3 വെൻ ഡയഗ്രാംസ് ആണ് പ്രധാനമായിട്ടും പോസിബിൾ ആകുന്നത്. ഒന്ന് ദാണ്ട് ഈ കാണിച്ചിരിക്കുന്ന എയും ബിയും കോമൺ ഇന്റർസെക്ഷൻ വരുന്ന ഒരു പാർട്ടും, രണ്ടാമതെന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റായി എ വരുന്നതും, തേർഡ് വൺ എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റായി ബി വരുന്നതുമാണ്. ഈ 3 കേസസുകളും സം എ ആർ ബിക്ക് ഈക്വൽ ആണ്. അപ്പം നോക്കാം, ഫസ്റ്റ് കേസ് സം എ ആർ ബി. അതായത് ഇതിനകത്ത് എ എന്ന് പറയുന്ന കുറച്ച് സം എന്താവുന്നു, എ എന്ന് പറയുന്നത് ബി ആണ്. നോക്കി, ഈ ഇന്റർസെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റിനെ നമ്മളിപ്പോൾ പറഞ്ഞത്, അതായത് സം എ ആർ ബി ആണ്. കറക്റ്റ് ആണല്ലോ. ഇനി ഇതിനെ തിരിച്ചു പറഞ്ഞാലും കറക്റ്റ് ആണ്, സം ബി ആർ എ എന്ന് പറയാം. ശരിയാണല്ലോ. ഇവിടുത്തെ കേസിൽ നോക്കാം, സം എ ആർ ബി, ഇവിടെ എല്ലാ എയും എന്താണ്, ബി ആണ്. ഇവിടെ എല്ലാ ബിയും എ ആണ്. തിരിച്ചിവിടെ പറയാം,
കുറച്ച് ബിയുടെ കുറച്ച് പോർഷൻ എ ആണ്, ഇവിടെ എയുടെ കുറച്ച് പോർഷൻ ബിയുമാണ്. അപ്പം സം എ ആർ ബി എന്ന് പറയുന്നതും സം ബി ആർ എ എന്ന് പറയുന്ന വൈസ് വേഴ്സ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റും ഇവിടെ ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെന്റിൽ 8 സ്റ്റേറ്റ്മെന്റുകളിൽ 2 സ്റ്റേറ്റ്മെന്റുകൾ ഡെഫിനിറ്റ് ട്രൂയിലേക്ക് വന്നു. ഇനി ആകെയുള്ളത് 6 സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ 4 സ്റ്റേറ്റ്മെന്റുകൾ ഓൾ എ ആർ ബി, ഫോർ എക്സാമ്പിൾ എല്ലാ എയും ബി ആണ്. അപ്പൊ ഇത് ഈ കേസിൽ അത് തെറ്റാണ്. എന്നാൽ ഓൾ എ ആർ ബി എന്ന് പറയുന്നത് എല്ലാ എയും ബി ആണ്. അപ്പം ഇവിടെ കറക്റ്റ് ആണ്. എന്നാൽ ഈ കേസിൽ അത് തെറ്റാണ്, എല്ലാ എയും ബി അല്ല. നെക്സ്റ്റ് ഓൾ ബി ആർ എ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വെൻ ഡയഗ്രത്തിൽ തെറ്റാണ്. സെക്കൻഡ് വെൻ ഡയഗ്രത്തിൽ അത് വീണ്ടും തെറ്റാവുന്നു. എന്നാൽ തേർഡ് വെൻ ഡയഗ്രത്തിൽ വരുമ്പോൾ എല്ലാ ബിയും എയുടെ പോർഷൻ ആണ്. അപ്പോൾ എല്ലാ ബിയും ഓൾ ബി ആർ എ എന്ന് പറയാം. നെക്സ്റ്റ്, അതായത് 1/3 ആണ് ആയത് 2 സ്റ്റേറ്റ്മെന്റുകളുടെയും പോസിബിലിറ്റി. നെക്സ്റ്റ് സ്റ്റേറ്റ് സം എ ആർ നോട്ട് ബി ആണ്. നോക്കാതെ എങ്ങനെയാണെന്ന്. അതായത് ഇതിനകത്തെ കുറച്ച് സം എ ആർ നോട്ട് ബി, അതായത് കുറച്ച് എ ബി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി കുറച്ച് എ എന്തല്ല, ബി അല്ല. അപ്പോൾ അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇതിനകത്ത് നോക്കുമ്പോഴും സം എ ആർ നോട്ട് ബി എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല, കാരണം എല്ലാ എയും ബി ആണ്. അപ്പം ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ഈ കേസിൽ പറയുമ്പോൾ സം എ ആർ നോട്ട് ബി ശരിയാണ്. ഇതിനകത്ത് കുറച്ച് പോർഷൻ തന്നെ, ഈ പോർഷൻ എന്തല്ല, ബി അല്ല. അപ്പം സം എ ആർ നോട്ട് ബി. അപ്പം 2/3 ആണ് പോസിബിലിറ്റി. നെക്സ്റ്റ് സം ബി ആർ നോട്ട്, സെയിം മെത്തേഡിൽ തന്നെ. ആദ്യത്തെ കേസിൽ ചില ബി എന്തല്ല, എ അല്ല, അത് ആ കേസിൽ ശരിയാണ്. നെക്സ്റ്റ് ഈ പോർഷനിലേക്ക് വരുമ്പോൾ സം ബി ആർ നോട്ട് എ, അതാണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സം ബി ആർ നോട്ട് എ, ഈ പോർഷൻസ്, അതായത് വൈറ്റ് ആയിട്ടിരിക്കുന്ന ഈ പോർഷൻസ് എന്താണ്, സം ബി ആർ നോട്ട് എ ആണ്. അപ്പോൾ അവിടെയും കറക്റ്റ് ആണ്. എന്നാൽ തേർഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് വരുമ്പോൾ സം ബി ആർ നോട്ട് എ, അത് തെറ്റാണ്. അതായത് ഇതിനകത്ത് എല്ലാ ബിയും എ ആണ്. അപ്പം ഇവിടുത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ശരിയാണ്, 2/3 ആണ്. അപ്പം ഇത് 4 പോസിബിലിറ്റി കേസസ് ആണ്. ഇനി ഇത് കൂടാതെ വരുന്നത് 2 സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് ഡെഫിനിറ്റ് ട്രൂ ആയപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് പോസിബിലിറ്റിയിലേക്ക് വന്നു. ഇനി 2 സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അതായത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്, നോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നോ എ ആർ ബി ആൻഡ് നോ ബി ആർ എ. നോക്കാം അതെങ്ങനെ ഡെഫിനിറ്റ് ഫാൾസിലേക്ക് എത്തിയെന്ന്. നോ എ ആർ ബി, ഒരു എയും ബി അല്ല, അത് തെറ്റാണ്. ഒരു കുറച്ച് എ എന്താണ്, ബി ആണ്. അതുപോലെ തന്നെ തിരിച്ച് നോ ബി ആർ എ എന്നും പറയാൻ പറ്റില്ല, കുറച്ച് ബി എ ആണ്. അത് തന്നെയാണ് ഇവിടെ. ഇത് നോ എ ആർ ബി എന്ന് പറയാൻ പറ്റില്ല, നോ ബി ആർ എന്ന് പറയാൻ പറ്റൂല. കാരണം കുറച്ച് എ അല്ല, ഇവിടെ പൂർണ്ണമായും എ എല്ലാം ബി ആണ്. തിരിച്ചു പറഞ്ഞാൽ കുറച്ച് ബി എ ആണെന്ന് പറയാം. ഈ കേസിൽ എല്ലാ ബിയും എ ആണ്, കുറച്ച് എ ബി ആണ്. അപ്പം ഈ 2 സ്റ്റേറ്റ്മെന്റും പൂർണ്ണമായും ഒരു പോസിബിലിറ്റിയും ഇല്ല, ഡെഫിനറ്റ് ആയിട്ടും ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാം. ഇനി ലാസ്റ്റ് പോർഷൻ ആണ് പർട്ടിക്കുലർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, സം എ ആർ നോട്ട് ബി എന്നാണ്. ഇതിനകത്ത് 8 സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന നോക്കാം. സം എ ആർ നോട്ട് ബി, സം എ ആർ നോട്ട് ബി. നോക്കാം, ഈ ഒരു കേസ് വരുന്ന 3 വെൻ ഡയഗ്രാം ആണുള്ളത്. സം എ ആർ നോട്ട് ബി, ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള 2 സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എയും ബിയും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ പോർഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സം എ ആർ നോട്ട് ബി കറക്റ്റ് ആണല്ലോ. കുറച്ച് എ ബി അല്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഈ കേസ് നോക്കിയാൽ സം എ ആർ നോട്ട് ബി, അതുകൊണ്ട് ഈ ഒരു ബ്ലൂ കളറിലിരിക്കുന്ന ഷെയ്ഡ് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണ്, സം എ ആർ നോട്ട് ബി. ഇവിടുത്തെ കേസിൽ ഈ ബ്ലൂ കളർ എടുത്തു കഴിഞ്ഞാൽ അതും കറക്റ്റ് ആണ്, സം എ ആർ നോട്ട് ബി. ഈ കേസിൽ ഈ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ സം എ ആർ നോട്ട് ബി ആണ്. ലാസ്റ്റ് വണ്ണിന്റെ കേസിൽ നോ എ ആർ ബി എന്നാണ്. അപ്പൊ ആ നോ എ ആർ ബി തന്നെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്താൽ സം എ ആർ നോട്ട് ബി കറക്റ്റ് തന്നെയാണ്. ഒരു എയും ബി അല്ലാത്തൊരു കേസിൽ സം എ ആർ നോട്ട് ബി എന്ന് പറയുന്നതും ശരിയാണ്. അതിനകത്ത് കുറച്ച് എ എടുത്തു കഴിഞ്ഞാൽ അത് ബി അല്ല എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് ഡെഫിനിറ്റ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി പോസിബിലിറ്റി വരുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ എടുത്ത് ഓൾ ബി ആർ എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ബിയും എ ആണോ? ആദ്യത്തെ കേസിൽ എല്ലാ ബിയും എ ആണോ? അല്ല. അപ്പം ഇത് തെറ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഓൾ ബി ആർ എ, എല്ലാ ബിയും എ ആണ്, എല്ലാ ബിയും എ ആണ്, ശരിയാണ്. ഓൾ ബി ആർ എ. അപ്പൊ ഇവിടുത്തെ കേസിൽ അത് ശരിയാണ്. മൂന്നാമത്തെ കേസിൽ നോക്കണ്ട, ഒരു എയും ബിയും അല്ല, ബി എയും അല്ല. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുന്നത് 1/3 മാത്രം, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാത്രം. സം എ ആർ ബി, ഇതിനകത്ത് കുറച്ച് എ ബി ആവുന്നു. ഈ കേസ് നോക്കാം, സം ബി ആർ എ ശരിയാണ്. ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റുകളിൽ ബി എന്താണ്, സം എ എന്താണ്, ബി ആണ്. സം എ ആർ ബി തന്നെയാണ്, കുഴപ്പമില്ല. സം ബി എ ആർ ബി ആണ്. നെക്സ്റ്റ് ഇവിടുത്തെ കേസിൽ സം എ ആർ ബി ശരിയാണ്. ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ
അവിടെ ഈ എ ഉണ്ട്, ആ ബി എന്ന് പറയുന്നിടത്തെല്ലാം എ ഉണ്ട്, സം എ ആർ ബി. എന്നാൽ തേർഡ് കേസിൽ അത് കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടുത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 2/3 ആണ്. നെക്സ്റ്റ് തേർഡ് വൺ സം ബി ആർ എ, അതും ആയതിനകത്ത് കറക്റ്റ് ആണ്. കുറച്ച് ബി എന്താണ് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ എ ആയിട്ട് മാറുന്നു. സം ബി ആർ എ ആണ് ഈ കേസിൽ. സം ബി ആർ എ അതും കറക്റ്റ് ആണ്. സം ബി അല്ല, ഇവിടുത്തെ കേസിൽ എല്ലാ ബിയും എ ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. തേർഡ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, അത് തെറ്റാണ്. നോ എ ആർ ബി, ആദ്യത്തെ കേസിൽ നോ എ ആർ ബി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നോ എ ആർ ബി അല്ല, കുറച്ച് എ എങ്കിലും ബി ആവുന്നുണ്ട്. സെക്കൻഡ് കേസിൽ നോ എ ആർ ബി പറയാൻ പറ്റത്തില്ല. എന്നാൽ തേർഡ് കേസിൽ പറയാം, നോ എ ആർ ബി എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പം ആ പോസിബിലിറ്റി 1/3 ആണ്. നെക്സ്റ്റ് നോ ബി ആർ എ, സെയിം മെത്തേഡിൽ ആദ്യത്തെ ഇതിനകത്ത് കുറച്ച് ബി എങ്കിലും എ ആണ്, അതുകൊണ്ട് നോ ബി ആർ എ ഇവിടെ കറക്റ്റ് അല്ല. നോ ബി ആർ എ ഇവിടെയും കറക്റ്റ് അല്ല, കാരണം ഇതിനകത്ത് ബി എല്ലാം എ ആണ്. തേർഡ് വണ്ണിന്റെ കേസിൽ എയും ബിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നു. സോ നോ ബി ആർ എ അവിടെ കറക്റ്റ് ആണ്. 1/3 ആണ് പോസിബിലിറ്റി. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പോസിബിലിറ്റി പറയുന്നത് സം ബി ആർ നോട്ട് എ ആണ്. സം ബി ആർ നോട്ട് എ, ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ സം ബി ആണ്. ഈ വൈറ്റ് ആയിട്ടുള്ള ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ഈ ബ്ലൂ കളറും മാറി ഈ ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ബി എന്ന് പറയുന്നത് നോട്ട് എ ആണ്. അപ്പം സം ബി ആർ നോട്ട് എ ഉണ്ട്. ഇവിടുത്തെ കേസിൽ സം ബി ആർ നോട്ട് എ എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ബിയും എ ആണ്. അപ്പം പോസിബിലിറ്റി ഈ കേസ് പറയണ്ട. അപ്പോൾ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പം ഇതാണ് പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അത്രയാണ്, 6 എണ്ണമാണ് ടോട്ടൽ. ഇപ്പോൾ 7ആയി. ഡെഫിനിറ്റ് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും പോസിബിൾ ആവുന്ന 6 സ്റ്റേറ്റ്മെന്റുകൂടെ ചേർന്ന് ടോട്ടൽ 7 സ്റ്റേറ്റ്മെന്റ്. ലാസ്റ്റ് വൺ 8ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾ എ ആർ ബി, എല്ലാ എയും ബി ആണ്. നോക്കി, എല്ലാ എയും ബി ആണോ? ഫസ്റ്റ് കേസിൽ അല്ല, ഇവിടുത്തെ കേസിൽ എല്ലാ ബിയും എ ആയിരുന്നു, എന്നാൽ എല്ലാ എയും ബി അല്ല. തേർഡ് കേസിൽ പറയേണ്ട, ഒരു എയും ബിയും അല്ല, നോ ബി ആർ എയും ആണ്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ട, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും സില്ലോയിസത്തിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്ന ഈ ഒരു ടേബിളിനകത്തുള്ളത്. നമുക്ക് 2 ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യാം. ഞാൻ ആദ്യം ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കൺക്ലൂഷനകത്ത് ഓൾ അല്ലെങ്കിൽ സം എന്ന് പറയുന്ന ടേമുകൾ വരുമ്പോൾ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പോർഷനാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് പോർഷനും ഉണ്ട്, ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റും ഉണ്ട്, കൺക്ലൂഷൻ പോർഷനും ഉണ്ട്. ഈ കൺക്ലൂഷൻ അനുസരിച്ചാണ് ഞാൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാൻ പോകുന്നത്. കൺക്ലൂഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കണ്ടെത്തേണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അപ്രോച്ച് മാറേണ്ടതെന്ന് നോക്കാം. Okay, statement, some tree are purpose, some tree are purpose. Second one, all purpose are inks. Third one, some inks are blue. Conclusion പറയുന്നത് some ink are trees, some purpose are trees, some blue are purpose, some blue are ink. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകളെ ആദ്യം വെൻ ഡയഗ്രാം ആയിട്ട് മാറ്റണം. അപ്പം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യേണ്ടത് ആദ്യം സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് ഒരു വെൻ ഡയഗ്രാം നമ്മൾ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വരച്ച് നോക്കുക എന്നുള്ളതാണ്. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സം ട്രീ ആർ പേർപ്പസ്. അത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. സം ട്രീ ആർ പേർപ്പസ്. അപ്പം ആദ്യം ഞാൻ ഒരു ട്രീയെ ഒരു സർക്കിളിൽ വരച്ചു. ഇത് ടോട്ടൽ കാണിക്കുന്ന ട്രീ ആണ്. സം ട്രീ ആർ പേർപ്പസ് എന്നാണ്. അപ്പൊ അത് എങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അപ്പം അതിനകത്തെ കുറച്ച് ട്രീ എന്ന് പറയുന്നത് പേപ്പറായി. ഇപ്പൊ ഓക്കെ ആണല്ലോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സം ട്രീ ആർ പേർപ്പസ്. ആ സം എന്ന് പറയുന്ന പോർഷൻ ഇതാണ്, സം ട്രീ ആർ പേർപ്പസ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾ പേർപ്പസ് ആർ ഇങ്ക്. എങ്ങനെയാണ് ഓൾ പേർപ്പസ് ഇങ്ക് ആവുന്നത് നോക്കാം. ഓൾ പേപ്പേഴ്സ് ആർ ഇങ്ക്. എല്ലാ പേപ്പറുകളും ഇങ്കായി. ഓക്കെ ആണല്ലോ. ഇങ്കിനകത്തെ ഒരു സബ്സെറ്റ് ആയിട്ട് പേപ്പറിനെ മാറ്റി കഴിഞ്ഞാൽ ഓൾ പേപ്പേഴ്സ് ആർ ഇങ്ക് ആവും. ഇനി സം ഇങ്ക് ആർ ബ്ലൂ. ഇതാണ് നമുക്ക് ഇനി അടുത്തത് നോക്കേണ്ടത്. സം ഇങ്ക് ആർ ബ്ലൂ എങ്ങനെ നോക്കാം? ആണ്ടേ, കുറച്ച് ഇങ്ക് എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് മാറി. ഇതാണ് ആ സം എന്ന് പറയുന്ന പോർഷൻ. സം ഇങ്ക് ഇതാണ്. അത് ഇങ്കുമാണ് ബ്ലൂവുമാണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയി. ഇനി ഇതിനകത്ത് കൺക്ലൂഷൻസ് ശരിയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഈ സം ഇങ്ക് ആർ ട്രീ എന്ന് പറയുന്ന കൺക്ലൂഷൻ ശരിയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിനകത്തോട്ട് ചെക്ക് ചെയ്തു. സം ഇങ്ക് ആർ ട്രീ കിടക്കുന്നു ഈ ഒരു പോർഷൻ. സം ഇങ്ക് ആർ ട്രീ ആണ്. ശരിയാണല്ലോ. ഇതാണ് നമ്മുടെ ഇങ്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ. ആ ഇങ്കിനകത്തെ കുറച്ച് പോർഷൻ ട്രീക്കകത്ത് വരുന്നു. അതുകൊണ്ട് ഈ ഒരു പോർഷൻ എന്താണ്? ഇത്രയും പോർഷൻ എന്താണ്?
നമ്മുടെ ട്രീ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സം ഇങ്ക് ആർ ട്രീ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സം പേപ്പേഴ്സ് ആർ ട്രീ ആണ്. നമുക്ക് നോക്കാം, ഈ പറഞ്ഞ സം പേപ്പേഴ്സ് ആർ ട്രീ എന്ന് പറയുന്നത് ശരിയാണെന്ന് നോക്കാം. എന്താണ്ടേ സം പേപ്പേഴ്സ്, ഈ പേപ്പറിനകത്തെ, ഈ പേപ്പർ എന്ന് പറയുന്ന സർക്കിളിനകത്തെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രീ ആണ്. അപ്പം സം പേപ്പേഴ്സ് ആർ ട്രീ എന്ന് പറയുന്നതും ശരിയാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സം ബ്ലൂ ആർ പേപ്പേഴ്സ്. അപ്പം സം ബ്ലൂ ആർ പേപ്പേഴ്സ് ശരിയാണെന്ന് നോക്കാം. സം ബ്ലൂ ആർ പേപ്പേഴ്സ് ഉണ്ടോ? സം ബ്ലൂ എന്ന് പറയുന്നതാണ് ഇതാണ്. അതിനകത്ത് പേപ്പറുമായിട്ട് ഒരു ബന്ധവുമില്ല. അതാണ്ട് ഈ രണ്ട് സർക്കിളുകളും, ഇതാണ് പേപ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സർക്കിള്, ഇത് ബ്ലൂ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഈ രണ്ടെണ്ണവും തമ്മിൽ യാതൊരു ലിങ്കുമില്ല. അപ്പം സം ബ്ലൂ ആർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് റോങ് ആൻസർ ആണ്, കൺക്ലൂഷൻ ആണ്. ഫോർത്ത് എന്ന് പറയുന്നത് സം ബ്ലൂ ആർ ഇങ്ക്, അതായത് കുറച്ച് ബ്ലൂ എന്ന് പറയുന്നത് ഇങ്ക് ആണ്. നമുക്ക് നോക്കാം, സം ബ്ലൂ ആർ ഇങ്ക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? നോക്കി കാണണ്ടേ, സം ബ്ലൂ ആർ ഇങ്ക് ശരിയാണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇങ്കും എന്ന് പറയുന്ന സർക്കിളിലും വരും, ബ്ലൂ എന്ന് പറയുന്ന സർക്കിളിലും വരുന്ന ഒരു കോമൺ പാർട്ടാണ്. അപ്പം സം ബ്ലൂ ആർ ഇങ്ക് എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഓൾ അല്ലെങ്കിൽ സം എന്നീ കേസുകൾ വരുമ്പം ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് എന്ത് വരയ്ക്കുക? വെൻ ഡയഗ്രാം വരയ്ക്കുക, കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ ചെയർസ് ആർ ടേബിൾസ്. സെക്കൻഡ്, നോ ടേബിൾ ഈസ് സോഫ, സം സോഫ ആർ വുഡ്, നോ വുഡ് ഈസ് ബ്രൗൺ. കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം ടേബിൾ ആർ ചെയേഴ്സ്, സം വുഡ് ആർ സോഫ, സം ബ്രൗൺ ആർ ചെയർ, സം ബ്രൗൺ ആർ സോഫ, ഓൾ സോഫ ആർ വുഡ്. നമുക്ക് ഇനി ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് വെൻ ഡയഗ്രാം വരയ്ക്കുക, അതിനുശേഷം അതിനെ കൺക്ലൂഷനുമായിട്ട് കമ്പയർ ചെയ്ത് ട്രൂ ഓർ ഫാൾസ് കണ്ടെത്താം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൾ ചെയേഴ്സ് ആർ ടേബിൾ. ഓൾ ചെയേഴ്സ് ആർ ടേബിൾ എന്ന് പറയുന്നത് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. എല്ലാ ചെയേഴ്സുകളും, അതായത് അപ്പോൾ ആദ്യം ചെയറിനെ ഞാൻ വരച്ചു, അതിനെ എല്ലാ ടേബിളുകളും ആയിട്ട് നമുക്ക് പറയാം, ചെയറിനെ എല്ലാം ടേബിളായിട്ട് പറയാം. അപ്പം ചെയർ എന്ന് പറയുന്ന ഒരു ടേബിളിന്റെ സബ്സെറ്റ് ആണ്. ഇതിനകത്തെ ചെയറുകളെല്ലാം എന്താണ്? ടേബിളോടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ ടേബിൾ ഈസ് സോഫയാണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. നോ ടേബിൾ ഈസ് സോഫ, ടേബിളും സോഫയും എന്ന് പറയുന്ന സർക്കിളുകൾ തമ്മിൽ യാതൊരു ലിങ്കും ഇല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് സം സോഫ ആർ വുഡ്, കുറച്ച് സോഫ എന്താണ്? വുഡ് ആണ്. അപ്പൊ ഇതിനകത്ത് ഒരു കുറച്ച് പോർഷൻ എന്താണ്? വുഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സം സോഫ ആർ വുഡ് ആണ്. അപ്പൊ ഈ ഒരു സം ഇവിടെ വന്നിരിക്കുന്നു, ഈ പോർഷനെയാണ് സം എന്ന് പറയുന്നത്. നോ വുഡ് ഈസ് ബ്രൗൺ ആണ്. അതെങ്ങനെ വരയ്ക്കും നോക്കാം. ഒരു വുഡും ബ്രൗൺ അല്ല, മാറി നിൽക്കും. വുഡും ബ്രൗണും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഇനി ഇതിനെ ബേസ് ചെയ്ത്, ഈ ഒരു വെൻ ഡയഗ്രത്തെ ബേസ് ചെയ്ത് കൺക്ലൂഷൻ, ഫസ്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം ടേബിൾ ആർ ചെയേഴ്സ്. ഇതിനകത്ത് സം ടേബിൾ ആർ ചെയേഴ്സ് കറക്റ്റ് ആണോ? സം ടേബിൾ ആർ ചെയേഴ്സ് എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് ടേബിൾ ചെയേഴ്സുകളാണ്, ശരിയാണ്. ഈ പറയുന്നത് ടേബിളും കൂടാണ്. ചെയർ എന്ന് പറയുന്ന കവർ ചെയ്തിരിക്കുന്ന ടേബിളിലെ കുറച്ച് പോർഷനാണ്. അപ്പം ഈ പറഞ്ഞ സം ടേബിൾ ആർ ചെയേഴ്സ് കറക്റ്റ് ആണ്. ഇനി സം വുഡ് ആർ സോഫ, എങ്ങനെ? സം വുഡ് ആർ സോഫയാണോ നോക്കാം. അപ്പം ഇതിനകത്ത് നോക്കാം, സം വുഡ് ആർ സോഫ താ കിടക്കുന്നത്. സോഫയും വുഡും കോമൺ ആയിട്ട് വരുന്ന ഈ ഒരു പോർഷനാണ് സം വുഡ് ആർ സോഫ എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയായി. തേർഡ് സ്റ്റേറ്റ്മെന്റ് സം ബ്രൗൺ ആർ ചെയേഴ്സ് ആണ്. സം ബ്രൗൺ ആർ ചെയേഴ്സ്, സം ബ്രൗൺ ആർ സോഫ, ഓൾ സോഫ ആർ വുഡ്. ഇത് മൂന്ന് നമുക്ക് നോക്കാം ഒരുമിച്ച്. ബ്രൗണും ചെയേഴ്സുകളും തമ്മിലോ വേറെ ഒരു ടൈമും തമ്മിലോ ഒരു കണക്ഷനും ഇല്ല, അപ്പൊ അത് തെറ്റാണ്. ഇനി സം ബ്രൗൺ ആർ, അത് വീണ്ടും സം ബ്രൗൺ, അതിനകത്ത് ബ്രൗണുമായിട്ട് യാതൊരു ബന്ധവും ആർക്കും ഇല്ല. അപ്പം സം ബ്രൗൺ ആർ ചെയേഴ്സും സം ബ്രൗൺ ആർ സോഫ എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓൾ സോഫ ആർ വുഡ്, എല്ലാ സോഫയും വുഡ് അല്ല, സം സോഫ വുഡ് ആയിരുന്നു. അപ്പം മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? നമുക്ക് തെറ്റാണെന്ന് പറയാം. ഈ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ 3 ആണ്, 2 അല്ല. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് സം കാർസ് ആർ ട്രക്സ്, സം ട്രക്സ് ആർ സൈക്കിൾ, ഓൾ സൈക്കിൾസ് ആർ ട്രാക്ടേഴ്സ്, ഓൾ ട്രാക്ടേഴ്സ് ആർ ബൈക്സ്, സം ബൈക്സ് ആർ വൈറ്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇതിനനുസരിച്ച് ഒരു വെൻ ഡയഗ്രാം വരച്ചു നോക്കുക. കൺക്ലൂഷൻ ചെക്ക് ചെയ്യേണ്ടവ ഇതാണ്. സം സൈക്കിൾ ആർ വൈറ്റ്, സം ബൈക്ക് ആർ ട്രക്ക്, സം സൈക്കിൾ ആർ കാർ, സം വൈറ്റ് ആർ സൈക്കിൾ, സം ബൈക്ക് ആർ സൈക്കിൾ, ഓൾ സൈക്കിൾ ആർ ബൈക്ക്. അപ്പം നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കാത്തിരിക്കുക. ആ വീഡിയോയിൽ നമുക്ക് നോ സ്റ്റേറ്റ്മെന്റ് വരുന്ന കൺക്ലൂഷനെ കുറിച്ച് പറയാം. അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ എഡ്യൂസ് ആപ്പിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോസ് മിസ്സാവുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ കയറി ഈ തന്നിരിക്കുന്ന ലിങ്കിൽ
നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജുകൾ ലൈക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് അതിനകത്ത് വരും. ടെലിഗ്രാമിലൂടെ ഞാൻ PDF നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം ഈ PDF ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് PDF അതിനകത്ത് കിട്ടും. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്